ഒരിക്കൽ പാർവതീദേവി സ്നാനത്തിന് പോകുന്നതിനു മുമ്പ് അന്തഃപുരത്തിന് ഒരാൾ കാവൽ വേണമെന്ന് ആഗ്രഹിച്ചു. തന്റെ ശരീരത്തിലെ ചന്ദനക്കൂട്ടും മഞ്ഞളും ഉപയോഗിച്ച് ദേവി ഒരു ബാലന്റെ രൂപം ഉണ്ടാക്കുകയും അതിന് ജീവൻ നൽകി പുത്രനായി സ്വീകരിക്കുകയും ചെയ്തു. നീരാട്ടിന് പോകുന്നതിനു മുമ്പ് പാർവതീദേവി ആരെയും അകത്ത് കടത്തിവിടരുത് എന്ന ശാസനയോടെയായിരുന്നു ആ ബാലനെ നിയോഗിച്ചിരുന്നത്. ഇതൊന്നും അറിയാതെ ശിവൻ അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കാനെത്തിയപ്പോൾ ദ്വാരപാലകനായ ഗണപതി കടത്തിവിട്ടില്ല. ഒത്തിരി സംവാദങ്ങൾ നടന്നു. രക്ഷയുണ്ടായില്ല. അമ്മയുടെ സമ്മതമില്ലാതെ അകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് ഗണപതി ശഠിച്ചു. കോപിഷ്ഠനായ ശിവൻ തന്റെ ശൂലം കൊണ്ട് ഗണപതിയുടെ തലയറുത്തു. സ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പാർവതീദേവി തലയറുത്ത് കിടക്കുന്ന തന്റെ പുത്രനെ കണ്ട് ക്രോധാകുലയായി. ഇതിൽ ഭയന്ന പരമശിവൻ ഭയന്നോടി. ദേവിയെ ശാന്തയാക്കുവാൻ മഹാദേവൻ തന്റെ ഭൂതഗണങ്ങളോട് വടക്ക് ദിക്കിലേക്ക് നോക്കി ആദ്യം കാണുന്ന ജീവിയുടെ തലയുമായി വരാൻ ആവശ്യപ്പെട്ടു. ഭൂതഗണങ്ങൾ ആദ്യം കണ്ടത് ഒരു ആനയെയായിരുന്നു. ആ ആനയുടെ തല വെട്ടിയെടുത്ത് ബാലന്റെ തലയ്ക്ക് പകരം കൂട്ടിച്ചേർത്ത് മന്ത്രശുദ്ധാദി ക്രിയകൾ ചെയ്തു. തൽക്ഷണം ഗജമുഖനായി ആ കുട്ടി ഉയർത്തെഴുന്നേറ്റു. പുത്രനെ പരമശിവൻ സ്നേഹപൂർവ്വം ലാളിച്ച് അനുഗ്രഹിച്ച് ഗണേശനായി അഭിഷേകം ചെയ്തു. ഗണപതി സ്മരണ കൂടാതെ നാം ഹിന്ദുക്കൾ ഒരു കാര്യവും തുടങ്ങാറില്ല. വിഘ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഗണേശൻ പ്രസാദിക്കണം. അതിനായി ഗണപതി പൂജ നാം നടത്താറുണ്ട്. വിനായകൻ, വിഘ്നരാജൻ, ഏകദന്തൻ, ലംബോദരൻ, ഗജാനനൻ തുടങ്ങി അനേകം നാമങ്ങൾ ശ്രീ ഗണേശനുണ്ട്. വ്യാസമഹർഷി പറഞ്ഞു കൊടുക്കുകയും ശ്രീ ഗണേശൻ അത് കേട്ട് എഴുതിയെടുക്കുകയും ചെയ്തതാണ് മഹാഭാരതം.